ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ലൈവ് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് NSD/USD ആണ്. അതിൽ ഒരു 15 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ അതിൽ IDX എടുത്ത ശേഷം ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത ശേഷം ഒരു 1 മിനിറ്റിൽ ഒരു കൺഫർമേഷൻ കിട്ടിയ ട്രേഡാണ്. അപ്പോൾ ആ ട്രേഡ് ഇവിടെ നിന്നാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിനൊരു SL ഞാൻ NSD/USD വെക്കൽ ഏകദേശം 6 പിപ്പാണ്. 6 പിപ്പ് SLും അതുപോലെ തന്നെ 30 പിപ്പ് ടാർഗറ്റ് 1:5. അപ്പോൾ അതിൽ 1:5 വെക്കുമ്പോഴും അതിൽ ഞാൻ ഒരു 10 പിപ്പ് ആകുമ്പോൾ ബ്രേക്ക് ഈവനിലേക്ക് മാറ്റും. അതിൽ ഒരു ഹാഫ് ക്വാണ്ടിറ്റി, അപ്പോൾ ഏകദേശം ഞാൻ എടുക്കൽ ഒരു ഹാഫ് ലോട്ടാണ്. അപ്പോൾ അതിൽ ഒരു 0.25 ലോട്ട് ഞാൻ 10 പിപ്പ് ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ബാക്കി റൈഡ് ചെയ്യും. ബാക്കി 1:5 ടാർഗറ്റ് വെക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ ചില ന്യൂസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൽ നിന്നും ഒന്നും എൻ്റെ സ്റ്റോപ്പ് ലോസായി ഒന്നും പോകില്ല. കാരണം ഒരു 10 പിപ്പ് തന്നെ നമ്മൾ അതിൽ ഫസ്റ്റ് ടാർഗറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 6 പിപ്പാണ്. അതിൽ പിന്നീട് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മുടെ ക്യാപിറ്റലൊന്നും നഷ്ടപ്പെടില്ല. ജസ്റ്റ് നമുക്ക് 4 പിപ്പ് പ്രോഫിറ്റും കാണിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യൽ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 30 പിപ്പിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് 1:5 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഒരു റിസ്ക് മാനേജ്മെൻറ്റാണ് ഫോളോ ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പെയറാണ് NSD/USD. നല്ല രീതിയിൽ പ്രൈസ് ആക്ഷനും SMC ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പെയറാണ് NSD/USD. പിന്നീട് AUD/USD ഉണ്ട്, NSD/USD, GBP/USD. ഈ മൂന്ന് പെയറുകളാണ് നോക്കാറ്. പിന്നെ ഗോൾഡ്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യാറ്. ഇപ്പോൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം 3 ട്രേഡ് മാത്രമേ എടുക്കലുള്ളൂ. ആ 3 ട്രേഡിൽ അധികം 2 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ മൂന്നാമതൊരു ട്രേഡ് നോക്കും. അഥവാ ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രേഡ് മാത്രമേ നോക്കലുള്ളൂ. ആ രീതിയിലാണ് ഞാൻ നോക്കാറ്. അപ്പോൾ ഇതിൽ ഏകദേശം ഇതിൻ്റെ ഈ ഒരു സ്വിംഗ് ഹൈ വരെയാണ് ടാർഗറ്റ്. ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം 14 പിപ്പ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം 30 പിപ്പാണ് ഫൈനൽ ടാർഗറ്റ്. അപ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷാണ്. ഇതുവരെ ബെയറിഷ് ആയിരുന്നു. NSD/USDൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നിട്ട് നമുക്ക് ബുള്ളിഷിലേക്കുള്ളൊരു ഇൻഡിക്കേഷനാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ബുള്ളിഷ് ആയിട്ടുള്ള ആ ഒരു ബൈ ട്രേഡ് എടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഇതിൻ്റെ ഈ ചാർട്ടിൽ എന്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഈ NSD/USDയും അതുപോലെ തന്നെ AUD/USDയും സെയിം സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. NSD/USDയും അതുപോലെ AUD/USDയും രണ്ടും ഒരേപോലെയാണ് സഞ്ചരിക്കുക. അതിൽ ബുള്ളിഷ് ആണെങ്കിൽ ഇതിലും ബുള്ളിഷ് ആയിരിക്കും. അതുപോലെ ബെയറിഷ് ആണെങ്കിൽ സെയിം ബെയറിഷ് ആയിരിക്കും വരിക. ഇനിയിപ്പോൾ ന്യൂസ് വന്നാൽ പോലും AUD/USDയിൽ ബാധിക്കുന്ന ന്യൂസ് ആണെങ്കിൽ പോലും NSD/USDയിലും അത് സാധാരണയായിട്ട് ആ ഒരു സ്ട്രക്ചർ പിന്നീട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഇപ്പോൾ കറൻസി പെയർസ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 പെയറുകൾ നോക്കുക. NSD/USDയും അതുപോലെ AUD/USDയും നോക്കുക. നല്ല രീതിയിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് കൊണ്ട് നമുക്ക് നല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ രീതിയിലുള്ള മൊമെൻറ്റുകളൊന്നും ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചെറിയ പിപ്പ് മൂവ്മെൻറ്റുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പെയറാണ് NSD/USD. അപ്പോൾ അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ അതിൽ സ്പ്രെഡൊക്കെ വളരെ കുറവ് തന്നെയാണ്. വലിയ സ്പ്രെഡൊന്നുമില്ല. എന്നാലും ചില ബ്രോക്കേഴ്സ് ചെറിയ സ്പ്രെഡുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കിതിൽ നല്ല ട്രേഡുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം 13 പിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 13-14 പിപ്പ്. ഏകദേശം 10 പിപ്പിൽ ഞാൻ വെക്കാറ്. 10 പിപ്പാണ് മാത്രമാണ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ആക്കാറ്. എന്നാലും ഇതിലൊരു സ്വിംഗ് ആയി അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആയി വരെ പോകുമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് ആ സ്വിംഗ് ആയി വരെ
ആ ഒരു ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് കൊടുത്തത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 30 പിപ്പാണ്. അപ്പോൾ ഏകദേശം 1:5 ആവും. അപ്പോൾ ഞാൻ 1:5 ഞാൻ ഈ ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ ഈ 13-14 പിപ്പിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് 1:5 എന്നുള്ള ടാർഗറ്റ് ഉണ്ടാവില്ല. ഏകദേശം എനിക്ക് കിട്ടുന്നത് 1:3.75 1:4 അടുത്ത് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കാരണം ഇത് ഇനിയിപ്പോൾ ടാർഗറ്റ് അടിക്കാതെ താഴേക്ക് വരുന്ന ബ്രേക്ക് ഇവനിലേക്ക് ആവുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു 10 പിപ്പ് അല്ലെങ്കിൽ 14 പിപ്പിൽ ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് കോസ്റ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് താഴെ വരുന്ന ഇനി താഴേക്കാണ് മാർക്കറ്റ് ഡൗൺ ബെയറിഷ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ പകുതി ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്നതാണ്. ബാക്കി നമുക്ക് സീറോയിൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിൽ വെക്കുന്നതുകൊണ്ട് ഹാഫ് ക്വാണ്ടിറ്റി നമുക്ക് ലാഭവും നഷ്ടമില്ലാതെ പോകും. അതുകൊണ്ട് തന്നെ അപ്പോഴും നമുക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ഫുള്ള് ഞാൻ ഇപ്പോൾ 30 പിപ്പ് വെക്കുകയാണെങ്കിൽ 1:5 കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിൽ നമുക്കിനി റിവേഴ്സായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് പോകും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യാറ്. നമുക്ക് ഒരു പിപ്പ് മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പല ട്രേഡുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ പ്രോഫിറ്റ് കിട്ടിയിട്ട് എക്സിറ്റ് ആകും. മറ്റേത് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അടിക്കുക. അപ്പോൾ നിങ്ങളെ ട്രേഡിംഗ് പ്ലാൻ എന്താണോ ആ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇവിടെ ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. ഇനി ഫൈനൽ ടാർഗറ്റ് 30 പിപ്പാണ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ട്രേഡ് ഇനിയിപ്പോൾ ബ്രേക്ക് ഈവൻ ആയാലും താഴെ വന്ന് നമ്മുടെ ബ്രേക്ക് ഈവനിൽ അടിച്ചാലും നമുക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും, ഓൾ ഓവർ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. അഥവാ ഇനി നമ്മുടെ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ടോട്ടൽ നോക്കുകയാണെങ്കിൽ റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിൽ 1:3.75 അഥവാ ഒരു 22.5 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ചിലപ്പോൾ ഇതിങ്ങനെ ഇനി ലണ്ടൻ ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് താഴെ വന്നിട്ടായിരിക്കും മേലേക്ക് പോകുന്നത്. അപ്പോൾ ഏതായാലും അപ്പോൾ ഏകദേശം ഒരുപാട് ടൈം ആവാൻ സാധ്യതയുണ്ട്. ഏകദേശം കുറച്ചും കൂടി നോക്കിയിട്ട് അതിൽ ഒന്നുമില്ലെങ്കിൽ രണ്ടാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ഇനി SL താഴെ വന്ന് ഇതടിച്ചാലും മുകളിൽ ടാർഗറ്റ് അടിച്ചാലും രണ്ടാണെങ്കിലും ടാർഗറ്റ് ഇത് തന്നെ ആയിരിക്കും, പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ഇനി അഥവാ താഴെ വരികയാണെങ്കിൽ താഴെ വന്നിട്ട് ഇപ്പോൾ ഇനി ഒരു സ്വിങ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിവേഴ്സ് കാണിക്കുകയാണെങ്കിൽ സെല്ല് ട്രേഡ് എടുക്കുന്നില്ല, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇനി താഴെ വരികയാണെങ്കിൽ താഴെ നിന്ന് ഒരു ട്രേഡും കൂടി എടുക്കുന്നതാണ്. ഓക്കെ.